അസാധ്യമായ വ്യക്തിയെപ്പോലും ദൈവത്തിന് തന്റെ മഹത്വത്തിനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാൻ സാധിക്കും. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാം വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയവും പരിവർത്തനപരവുമായ നിമിഷങ്ങളിലൊന്നായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരം. കൃപയുടെയും പശ്ചാത്താപത്തിന്റെയും ദൗത്യത്തിന്റെയും കഥയാണിത്. അസാധ്യമായ വ്യക്തിയെപ്പോലും ദൈവത്തിന് തന്റെ മഹത്വത്തിനുള്ള ഉപകരണമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ ശക്തമായ വാക്കുകളാൽ ബലപ്പെടുത്തുകയാണ്, നിയോഗിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന്. ഈ വിളി വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതവുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ഒരിക്കൽ ക്രിസ്ത്യാനികളെ തീക്ഷ്ണമായി പീഡിപ്പിച്ചിരുന്ന സാവൂൾ ദമാസ്കസിലേക്കുള്ള വഴിയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ ജീവിതം മാറി. സുവിശേഷത്തിലെ യേശുവിന്റെ വാക്കുകളുടെ സത്യത്തിന്റെ തെളിവാണ് ഈ മാനസാന്തരം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് നടന്നു നീങ്ങുകയും അനേകരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിൽ നിന്ന് 3 പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പരാജയങ്ങൾക്കിടയിലും ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് എന്നോർക്കുക. പൗലോസ് യഥാർത്ഥത്തിൽ സാവൂളായിരുന്നു. ഒരു യഹൂദനും ക്രിസ്ത്യാനികളെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തി. ക്രിസ്തുവിന്റെ അനുയായികളെ എതിർക്കുന്നതിലൂടെ താൻ ദൈവത്തെ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. എന്നിരുന്നാലും ദൈവം സാവൂളിന്റെ പാപങ്ങൾക്കപ്പുറം കാണുകയും അവനെ ഒരു വലിയ നിയോഗത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. ആരും ദൈവകൃപയ്ക്ക് അതീതരല്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുവാൻ യേശു നമ്മെ വിളിക്കുമ്പോൾ അവൻ പൂർണ്ണതയുള്ള ആളുകളെയല്ല ആവശ്യപ്പെടുന്നത്. യേശു ആവശ്യപ്പെടുന്നത് മനസ്സൊരുക്കമുള്ള ഹൃദയങ്ങളെയാണ്. നമ്മുടെ ഭൂതകാലം ദൈവിക പദ്ധതിയിൽ നമ്മുടെ ഭാവിയെ നിർവചിക്കുന്നില്ലെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, ക്രിസ്തുവിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. പൗലോസിന്റെ പരിവർത്തനം കേവലം മനസ്സിന്റെ മാറ്റമായിരുന്നില്ല. യേശുവുമായുള്ള ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലൂടെ ഹൃദയത്തിന്റെ പരിവർത്തനമായിരുന്നു അത്. ദമാസ്കസിലേക്കുള്ള വഴിയിൽ യേശു അവനോട് ചോദിച്ചു, സാവൂൾ സാവൂൾ, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ക്രിസ്തു തന്റെ സഭയെ, അവന്റെ ശരീരത്തെ തിരിച്ചറിയുന്നുവെന്ന് ഈ കൂടിക്കാഴ്ച പൗലോസിന് വെളിപ്പെടുത്തി. പൗലോസിന്റെ ദൗത്യത്തിന്റെ അടിസ്ഥാനം കൂടിയായിരുന്നു അത്. ക്രൂശിക്കപ്പെട്ട് ഭൂമിയുടെ അറ്റങ്ങളോളം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും ദൈവവചനത്തിലൂടെയും ക്രിസ്തുവുമായുള്ള ഈ കണ്ടുമുട്ടൽ നമുക്ക് അത്യാവശ്യമാണ്. അത്തരം കണ്ടുമുട്ടലുകളുടെ ധൈര്യത്തോടെ സദ്വാർത്ത പ്രഘോഷിക്കുവാൻ നാം പ്രാപ്തരാകണം. മൂന്നാമതായി, വിശ്വാസം നമ്മെ ദൗത്യത്തിലേക്ക് വിളിക്കുന്നു എന്നതാണ്. മാനസാന്തരത്തിന് ശേഷം ആദിമസഭയിലെ ഏറ്റവും വലിയ മിഷണറിയായി പൗലോസ് മാറി. ലോകമെങ്ങും പോകുവിൻ എന്ന യേശുവിൻ്റെ കൽപ്പന നിറവേറ്റുവാനായി അവൻ കഷ്ടതകളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ദൂരദേശങ്ങളിൽ സഞ്ചരിച്ചു. വിശ്വാസം ഒരു സ്വകാര്യ സ്വത്തല്ല, അത് പങ്കിടാനുള്ള ഒരു സമ്മാനമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന അടയാളങ്ങൾ, ഭൂതങ്ങളെ പുറത്താക്കുക, പുതിയ ഭാഷകളിൽ സംസാരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, സുവിശേഷത്തിൻ്റെ പ്രഘോഷണം ദൈവത്തിൻ്റെ ശക്തിയോടൊപ്പമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായി ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരം നാടകീയമായ ഒരു സംഭവമായിരുന്നെങ്കിലും അത് വിശ്വാസത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ആജീവനാന്ത യാത്രയുടെയും തുടക്കമായിരുന്നു. നമ്മൾ ഓരോരുത്തരും അനുദിന പരിവർത്തനത്തിനായി, മാനസാന്തരത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൽ നിന്നും അകന്നു പോകുന്നതിനും ക്രിസ്തുവിലേക്ക് തിരിയുന്നതിനും. ഈ തിരുനാൾ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ കണ്ടുമുട്ടാനും ധൈര്യത്തോടും തീക്ഷ്ണതയോടും കൂടെ അവൻ്റെ വിളിയോട് പ്രതികരിക്കുവാനും നമ്മെ സഹായിക്കുന്നതിന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ആമേൻ.